വാഹനങ്ങളുടെ രൂപമാറ്റം തീരുമാനിക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ലെന്ന് കേന്ദ്ര സർക്കാർ. രൂപമാറ്റം കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസരിച്ചേ പറ്റുമെന്ന് വി ശിവദാസൻ എം.പിക്ക് രാജ്യസഭയിൽ മറുപടി നൽകിയിരിക്കുന്നു. വിഷ്ണുപ്രസാദ് വിവരങ്ങളാണ്. വിഷ്ണു, ഒക്കീസിയം എന്ന വിളി പോലും തുടങ്ങിയത് ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിനാണ്. പക്ഷേ മാറ്റങ്ങൾ വരും എന്നതൊക്കെ കുറേ തീരുമാനങ്ങളൊക്കെ വന്നു, പ്രതീക്ഷിച്ചത്ര ഉണ്ടായില്ല. എന്നാൽ അതിലൊന്നും ഒരു കാര്യവുമില്ല, അതൊക്കെ അങ്ങ് മുകളിൽ തീരുമാനിക്കണം എന്ന് പറയുകയാണല്ലോ. തീർച്ചയായും രതീഷ്, അതായത് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ മാത്രമേ വാഹനങ്ങളിൽ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രേഖാമൂലം സഭയെ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രധാന കാരണമായി പറയുന്നത് ചില നിർദ്ദിഷ്ട കാര്യങ്ങളിൽ മാത്രമാണ് മാറ്റങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇന്ധന സ്രോതസ് മാറ്റുന്നതിനോ അല്ലെങ്കിൽ അത് പരിഷ്കരിക്കുന്നതിനോ വേണ്ടി എഞ്ചിനിൽ വരുത്താവുന്ന മാറ്റം, സുരക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിക്കാനുള്ള അനുമതി, അതോടൊപ്പം തന്നെ അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ ഡിഫറന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ വാഹനത്തിൽ വരുത്താവുന്ന ക്രമീകരണം, ഇവയൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള മാറ്റങ്ങൾ. ഇത് വരുത്തുന്നതിന് വാഹന നിർമ്മാതാവിന്റെ അംഗീകൃത ഡീലർക്കോ മാത്രമേ പറ്റുകയുള്ളൂ. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമുള്ള വർക്ക്ഷോപ്പുകൾക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ മാറ്റം വരുത്താമെന്നും കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരിന് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നതിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ പറയുന്നത് പോലെ വേഗത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് പ്രാദേശിക സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ സംസ്ഥാനത്തെ റോഡുകളുടെ ഉൾപ്പെടെ സാഹചര്യം പരിഗണിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുക എന്നും ഇപ്പോൾ വി ശിവദാസൻ എം.പിക്ക് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ നൽകിയ രേഖാമൂലമുള്ള മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി, വിഷ്ണുപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്, ഡൽഹിയിൽ.